ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ചകളിൽ നമ്മൾ സ്റ്റോറി തെറാപ്പി അല്ലെങ്കിൽ കഥയിലുമുണ്ടൊരു കാര്യം. ഇന്ന് നമുക്കൊരു കഥ പറയുന്നത് ജോസഫ് ജോൺ സാറാണ്. വളരെ ഹൃദ്യമായി പാട്ടുകൾ പാടുന്നതിനോടൊപ്പം കഥ പറയാനും ജോസഫ് ജോൺ സാർ ഒട്ടും പുറകിലല്ല എന്ന് നമ്മളെ കാണിച്ചു തന്ന പല കഥകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു കഥയിലൂടെ നമുക്ക് ഒരു യാത്ര നടത്താം. സോ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ജോസഫ് ജോൺ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ജോസഫ് സാർ, പ്രപഞ്ചനാഥന സ്തുതി. സാബു കേരളം സാറിനും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുസ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഈ സാബു സാറിൻ്റെ ഫ്ലയർ ശ്രദ്ധിക്കുകയായിരുന്നു. മ്യൂസിക് തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സ്റ്റോറി തെറാപ്പി എന്തായിരിക്കും? അല്ല, ശരിക്കും അതിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടെന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് സാബു സാറാണ്. നമ്മൾ ഒരു കഥ കേൾക്കുമ്പോൾ ആ വികാരങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന പോലെ തോന്നുകയാണ്. ആ കഥയിലെ നായകൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവിൾ അല്ലെങ്കിൽ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി അതിനെതിരെ പോരാടുമ്പോൾ നമ്മൾ അതിലെ ഒരു ഭാഗഭാക്കാവുകയാണ്. നമ്മൾ ആ റോളങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന പോലെ തന്നെ സ്റ്റോറിക്കും നമ്മളെ സ്വാധീനിക്കാൻ, നമ്മുടെ വികാരങ്ങളെ, ചിന്തകളെ, ഇമോഷൻസിനെ എല്ലാം സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് വളരെ യുക്തമാണ് സ്റ്റോറി തെറാപ്പി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ആമുഖമായിട്ട് പറയുന്നത്. സ്റ്റോറികൾ ആ ജെനുവിൻ ഇമോഷൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, നമ്മളിൽ മാറ്റം ഉണ്ടാകുകയാണ്. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന കഥ പലതരം വീടുകൾ എന്നതാണ്. കഥാകാരൻ അശോകൻ ചെരുവിൽ. കഥയിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കണം, കഥയെക്കുറിച്ചും സംസാരിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ തെറാപ്പിയുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ സ്റ്റോറിക്ക് ചെയ്യാനുള്ളത്. അന്ന് പ്രഭാതത്തിൽ ഫാദർ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനെത്തി. അദ്ദേഹം ഞങ്ങൾ ശ്രദ്ധാപൂർവം ഒതുക്കി പിടിച്ച് അദ്ദേഹം സിറ്റ് ഔട്ടിലെ വോയിസ് ബ്രേക്ക് ആയത് എനിക്ക് മാത്രമാണ്. വോയിസ് ബ്രേക്ക് ആയത് എനിക്ക് മാത്രം. സാബു സാറേ പ്ലീസ് കേൾക്കാവോ? ക്ലിയർ പോലെ വന്നായിരുന്നു, ഇപ്പൊ ക്ലിയർ ആണ്. ഞാൻ മൊബൈലിലേക്ക് തിരിയണോ? ഓക്കെ. അപ്പോ അച്ഛൻ സിറ്റ് ഔട്ടിലെ കസേരയിൽ ഇരുന്നു, എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ഇരുന്നില്ല, കൈവരിയിൽ ചാരി നിന്നതേ ഉള്ളൂ. എൻ്റെ പ്രഭാതകൃത്യങ്ങളൊന്നും കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പത്രം നോക്കാൻ തുടങ്ങുകയായിരുന്നു. ഫാദർ വന്ന വിവരം അറിഞ്ഞ് മരിയ അടുക്കളയിൽ നിന്നും ഉത്സാഹത്തോടെ എത്തി. ടവൽ കൊണ്ട് കൈ തുടച്ച് അവൾ വാതിൽപ്പടിയിൽ നിന്നു. മക്കൾ രണ്ടുപേരും പുറത്തെവിടെയോ കളിക്കുകയാണ്. ഫാദർ മരിയയെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ കാലത്തുള്ള എൻ്റെ വരവ് ബുദ്ധിമുട്ടായോ? ഇല്ലച്ചോ, അച്ഛൻ വരുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമല്ലേ, മരിയ പറഞ്ഞു. പുതിയ വീട്ടിലെ ഞങ്ങളുടെ ആദ്യ പ്രഭാതമാണ്. ഇന്നലെ ഫാദർ ചാഴൂര് തന്നെയാണ് വീട് വെഞ്ചരിച്ചത്. അദ്ദേഹത്തെ ഞാൻ ആദ്യം കണ്ടതും ഇന്നലെയാണ്.
അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റവും സ്നേഹത്തോടെയുള്ള വാക്കുകളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് കയറണം. മരിയ ഫാദറിനോട് സംസാരിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ, കുളിച്ചിട്ടില്ല, പല്ല് പോലും തേച്ചിട്ടില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല മിസ്റ്റർ തോമസ്, കാലത്തെ പരിപാടികളൊക്കെ കഴിച്ചു വരൂ, എനിക്കൊട്ടും തിരക്കില്ല, ഫാദർ പറഞ്ഞു. ഞാൻ അകത്തേക്ക് കടന്നു. ടൂത്ത് ബ്രഷ് കയ്യിലെടുത്തു. ഇപ്പോൾ സമയം 9 ആയിട്ടുണ്ട്. ഇന്ന് ഉണരാൻ വളരെ വൈകി. ഉണർന്നിട്ടും വെറുതെ കിടന്നു. കിടക്കി വിടാൻ ഒരു മടി. സുഖപ്രദമായ ഒരു തളർച്ച എന്നെ ബാധിച്ചിരുന്നു. 2 വർഷത്തെ തിരക്കുകളുടെയും ബഹളത്തിന്റെയും കലാശക്കൊട്ട് ഇന്നലെയായിരുന്നു. ഹൗസ് വാമിങ്, ഭവനഭേദനം എന്ന് ഞങ്ങൾ തമാശയായി പറഞ്ഞിരുന്നു. എന്റെയും മരിയയുടെയും ഓഫീസുകളിലെ സഹപ്രവർത്തകരെ വിളിച്ചിരുന്നു. ഇറച്ചിയും മീനും ഒക്കെ അവർക്ക് നൽകി സൽക്കരിച്ചു. മരിയയുടെ സഹോദരൻ ജോർജ് കുട്ടി എവിടെ നിന്നോ ഒരു കുട്ടി സംഘടിപ്പിച്ചു കൊണ്ടു. എല്ലാവരും ചേർന്ന് നിർബന്ധിച്ചപ്പോൾ ഞാനും 2 പെഗ് കഴിച്ചു. മരിയ എതിർത്തില്ല. അവൾ വിചാരിച്ചു കാണും, പാവം കഴിച്ചോട്ടെ. ഒരു മഹത്തായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. പിന്നീട് ഒരു ഉറക്കം കഴിഞ്ഞ് പാതിരാ നേരത്തെ എഴുന്നേറ്റു. ടംബ്ലറിൽ കരുതി വെച്ചിരുന്ന വെള്ളം കുടുകുടാ കുടിച്ചു. മരിയ അപ്പോൾ ചിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞാണ് സായാഹ്നത്തിലെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അറിഞ്ഞത്. 2 പെഗിന് പുറത്ത് ഞാൻ അപാര ഫോമിലായി പോയത്രേ. അതിഥികളോട് പ്രസംഗിച്ചു, അതും ഇംഗ്ലീഷിൽ. തുടർന്ന് പാട്ടുപാടി, ഡാൻസ് ചെയ്തു. ഞാൻ അവളോട് പറഞ്ഞു, ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ദൈവത്തിനറിയാം. തെളിവുണ്ടെന്നായി അവൾ. ദൈവം മാത്രമല്ല, വേറെയും 10-20 അതിഥികൾ കണ്ടതാണ്. കൂടാതെ ജോർജ് കുട്ടി എല്ലാത്തിൻ്റെയും പടം എടുത്തിട്ടുണ്ട്. ആൽബം വരുമ്പോൾ കാണാലോ. അതിഥികളെല്ലാവരും രാത്രിയിൽ തന്നെ പിരിഞ്ഞു പോയി. അവർ പറഞ്ഞു അത്രേ, ഇതൊരു വക ആദ്യ രാത്രിയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകും, നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്നാലും ഡാൻസ് കേമമായിരുന്നു കേട്ടോ, മരിയ വീണ്ടും തോണ്ടി. ഞാൻ അവളുടെ ചെവിക്ക് പിടിച്ച് വേദനിക്കുന്നതും തിരുമ്മി. കള്ളം പറയരുത്. ചെവി രക്ഷപ്പെടുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, വാ, പിള്ളേരെങ്ങനെ കിടക്കുന്നതെന്ന് നോക്കാം. തൊട്ടടുത്ത മുറിയിലാണ് കുട്ടികൾ ഉറങ്ങുന്നത്. ആദ്യമായിട്ടാണ് അവർ തനിച്ച് കിടക്കുന്നത്. തനിച്ച് കിടക്കണം എന്നത് അവരുടെ വാശിയായി. 2 പേർക്കും 2 മുറി വേണം എന്നതായിരുന്നു ഡിമാൻഡ്. ചെറിയൊരു സമരത്തിന് ശേഷം 2 പേർക്കുമായി ഒരു മുറി അനുവദിക്കപ്പെട്ടു. മൂത്തവൻ നെൽസൺ 4ാം ക്ലാസ്സിലാണ്. രണ്ടാമൻ ടുറ്റു 1-ലും. ടുറ്റുവിനെ തൻ്റെ ഒപ്പം കിടത്തണമെന്ന് മരിയ ആശിച്ചിരുന്നു. പക്ഷേ അവനായിരുന്നു കൂടുതൽ പിടിവാശി. മരിയ അവനോട് ചോദിച്ചു, നിനക്ക് പേടിയാവില്ലേ ഏട്ടാ കുട്ട? എങ്ങനെയാ പേടിയാവുക, ഞാൻ ആണല്ലേ? അവൻ തിരിച്ചു ചോദിച്ചു. 2 പേരും കട്ടിലിന്റെ 2 ഭാഗങ്ങളിലായി ഉരുണ്ട് ചെന്ന് കിടക്കുകയാണ്. മരിയ അവരെ ഉണർത്താതെ നേരെ കിടന്നു. പുതപ്പ് വലിച്ച് ശരിയാക്കി 2 പേർക്ക് ഓരോ ഉമ്മ കൊടുത്തു. അവരുടെ മുടി തലോടിക്കൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു. അല്പം കഴിഞ്ഞ് ഞങ്ങൾ മുറിയിലേക്ക് തിരിച്ചു വന്നു. കിടന്നെങ്കിലും എനിക്ക് പിന്നെ ഉറക്കം വന്നു. എൻ്റെ നെഞ്ചിൽ മുഖമമർത്തിക്കൊണ്ട് മരിയ കിടന്നു. അവളും ഉറങ്ങി. സിമെന്റിന്റെയും പെയിന്റിന്റെയും നേർത്ത ഗന്ധം മുറിയിൽ തങ്ങി നിൽപ്പുണ്ട്. പെയിന്റിങ് കഴിഞ്ഞത് മിനിഞ്ഞാന്ന്. അതിന് മാത്രം 10,000 രൂപയോളമായി. അതോടെ മരിയയുടെ താലിമാലയും ബാങ്കിലായി. അവളുടെ കഴുത്തിപ്പോൾ നഗ്നമാണ്. മരിയ ക്ഷീണിച്ചിരിക്കും. പിൻകഴുത്തിന് താഴെ എല്ലുകൾ തെളിഞ്ഞു കാണാം. 2 വർഷത്തെ തിരക്കുകളും അലച്ചിലുകളും അവളെ ബാധിച്ചിട്ടുണ്ട്. കുളിക്കാനും ഭക്ഷണം കഴിക്കാനും മറന്നുപോയ ദിവസങ്ങളുണ്ട്.
എന്ന് ത്യാഗം സഹിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും വീട് പണി തീർക്കണമെന്ന് മരിയയ്ക്ക് വാശിയായി. അവൾ പറയും, 2 ആൺപിള്ളേരാ നമുക്ക്, നമ്മൾ ജീവിച്ച പോലെ അവർ കഷ്ടപ്പെടരുത്. ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ബലത്തിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. സ്കീമിൽ ചേർന്നത് മുതൽ നിശ്ചിതമായ ഒരു തുക പ്രതിമാസം അടയ്ക്കാൻ തുടങ്ങി. അടയ്ക്കുന്ന തുകയുടെ 4 മടങ്ങ് വരെ ലോൺ കിട്ടും. വീടിന്റെ വിശദമായ പ്ലാൻ, എസ്റ്റിമേറ്റ്, നഗരസഭക്കാരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി സമർപ്പിച്ചു. തുടക്കത്തിൽ ആകെ അങ്കലാപ്പായിരുന്നു. 60,000 രൂപയാണ് 2 ഘട്ടങ്ങളിലായി കിട്ടുക. സിമെന്റിനും കമ്പിക്കും വില നിത്യേന കൂടുകയാണ്. 2 പേരുടെയും PF നിന്ന് ലോൺ എടുത്ത് തറ പണിതു. തറ കുറെ കാലം അങ്ങനെ കിടന്നു. എത്ര കാലം അങ്ങനെ കിടക്കുന്നോ അത്രയും ഉറപ്പ് കൂടുമെന്ന് ഞങ്ങൾ പരസ്പരം തമാശ പറഞ്ഞു. പട്ടണത്തിൽ ഒരിടത്ത് ഒരു ലൈൻ മുറിയിലാണ് ഞങ്ങൾ പാർത്തിരുന്നത്. ഒരു കട്ടിലിട്ടാൽ പിന്നെ മുറിയിൽ ഒട്ടും സ്ഥലം ബാക്കിയുണ്ടാവില്ല. അതിനോട് ചേർന്നുള്ള ഒരു കൊച്ചുമുറി അടുക്കളയായും കുളിമുറിയായും മരിയ മാറി മാറി ഉപയോഗിച്ചു. ദൈവാനുഗ്രഹം പോലെ വല്ലപ്പോഴും വെള്ളം വരുന്ന ഒരു പൈപ്പായിരുന്നു 6 വീട്ടുകാരുടെ ആശ്രയം. രാത്രി കിടക്കുമ്പോൾ മോന്തായത്തിൽ നിന്ന് മണ്ണ് കൊഴിയും. ഒരു പ്രഭാതത്തിൽ നാം മണ്ണിൽ മൂടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ മരിയയോട് പറഞ്ഞു. അങ്ങനെ വരില്ല, കർത്താവ് നമ്മെ രക്ഷിക്കും. കർത്താവിന് വേറെ സ്ഥലമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ ആ കൊച്ചു മുറിയിൽ തന്നെയായിരുന്നു. ചെറിയ ഒരു രൂപക്കൂട്ടിൽ കെടാവിളക്കിന്റെ പ്രകാശത്തിൽ ഞങ്ങളുടെ എല്ലാ പുണ്യഭാവങ്ങൾക്കും സാക്ഷിയായി അദ്ദേഹം നിസ്സഹായതയോടെ നിന്നു. വാടക മുറിയിലെ ഞങ്ങളുടെ പ്രധാന ദിനചര്യ പുതിയ വീടിന്റെ പ്ലാൻ ചർച്ച ചെയ്യലായിരുന്നു. മുറികൾക്ക് നല്ല വലിപ്പം വേണം. കുളിമുറിയിൽ ഷവർ വേണം. സ്വീകരണ മുറിയിൽ മാർപ്പാപ്പയുടെ പടമുള്ള ടൈൽസ് പതിക്കുന്നു. ചർച്ചകൾ നീണ്ടുപോയി. അത് പരിഹാസ്യമായ ഒരു പതനത്തിലേക്ക് കടന്നതാണ്. അതിനു മുമ്പ് ലോൺ പാസ്സായി. മരിയയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചു. 4 ചിട്ടുകൾ ചേർന്ന് വിളിച്ചെടുത്തു. പണി തുടങ്ങി. എങ്ങനെയോ അത് പൂർത്തിയായി. ഇന്നലെ രാവിലെ ഉറങ്ങാതെ കിടക്കുമ്പോൾ എൻ്റെ നെഞ്ച് നനയുന്നതായി എനിക്ക് തോന്നി. മരിയയുടെ കണ്ണുകൾ ഒഴുകുകയാണ്. എന്തേ? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ, അവൾ പറഞ്ഞു. അവൾ തുടർന്നു. ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞു. ഇനിയത്തെ കാര്യമാണ്. 2 മാസം കഴിഞ്ഞാൽ ലോണിലേക്ക് പണം അടയ്ക്കണം, PF അടയ്ക്കണം. കുറികൾ ഇപ്പോഴേ കുറെ മുടക്കമാണ്. അവൾ ആശ്വസിപ്പിച്ചു. ഒക്കെയും ഒരു വഴി ഉണ്ടാവും. കർത്താവ് വഴി കാട്ടും അല്ലേ? ഞാൻ ചോദിച്ചു. ഓ, കളിയാക്കേണ്ട. അവൾ പിണങ്ങി മാറിക്കിടന്നു. പിന്നീട് എപ്പോഴോ ഞങ്ങൾ ഉറങ്ങിയിരിക്കും. ജനൽ ചില്ലുകളിലൂടെ തീവ്രമായ വെളിച്ചം അരിച്ചു വന്നപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോഴേക്കും മരിയയുടെ അടുക്കള ബഹളമയമായി കഴിഞ്ഞിരുന്നു. മക്കൾ 2 പേരും മുറ്റത്ത് കളിക്കുകയാണ്. കുളി കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഫാദർ പ്രാതൽ കഴിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ തുടങ്ങി മിസ്റ്റർ തോമസ്. ദോശയായിരുന്നു. പച്ചമുളക് ചേർത്ത ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. ഫാദർ മരിയയുടെ പാചകത്തെ പ്രശംസിച്ചു. ഞങ്ങളുടെ വീട് ഫാദറിന് നന്നായി ഇഷ്ടപ്പെട്ടു. ചെറുതാണെങ്കിലും സൗകര്യങ്ങളെല്ലാം, ഒട്ടും ബഹളമില്ലാത്ത ചുറ്റുപാട്, സമാധാനത്തോടെ തല ചായ്ക്കാൻ ഒരിടമാണ്. മരിയ പറഞ്ഞു, ഞങ്ങളുടെ ഇതുവരെയുള്ള ഉള്ളതും ഇനിയുള്ളതുമായ സമ്പാദ്യമാണച്ചോ ഇത്. ഇപ്പോൾ വീടായി, 2 ആൺകുഞ്ഞുങ്ങളാണ്. ഉപജീവനത്തിന് മാർഗവുമുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ ആത്മാവിനെ കുറിച്ച് ഓർമ്മിക്കണം. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. അച്ഛനാണ് പറയുന്നത് അല്ലെ? ഇപ്പോൾ വീടായി, 2 ആൺകുഞ്ഞുങ്ങളാണ്, ഉപജീവനത്തിന് മാർഗമുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ ആത്മാവിനെ കുറിച്ച് ഓർമ്മിക്കണം. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ഫാദർ പറഞ്ഞു. മരിയ അദ്ദേഹത്തിന്റെ പ്ലേറ്റിലേക്ക് ഒരു ദോശ കൂടി വെച്ചു കൊടുത്തു. ഫാദർ പള്ളി സംബന്ധമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം ഈ ഇടവകയിലെത്തിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരുമാണ് ഇവിടെയുള്ളത്. 60 വീട്ടുകാരായിരുന്നു. ഞങ്ങൾ വന്നതോടെ 61 പൊതുവെ ഇടവകക്കാർക്ക് പള്ളിക്കാര്യങ്ങളിൽ താല്പര്യം കുറവാണ്.
ഫാദർ വരുന്ന സമയത്ത് തീരെ മോശമായിരുന്നു അവസ്ഥ. ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട്. ഈയിടെയാണ് പള്ളിയുടെ മാളിക പുതുക്കി പണിതത്. സൺഡേ സ്കൂൾ മുടങ്ങാതെ നടക്കുന്നു. നീണ്ടൊരു ശ്രമത്തിന്റെ ഫലമായി പള്ളിയോട് ചേർന്ന് ഒരു സെമിത്തേരിയും അനുവദിച്ച് കിട്ടി. ഒരു സെമിത്തേരിക്ക് അനുവാദം കിട്ടി. പഴയകാലമല്ല, മരിച്ചാൽ മാന്യമായി സംസ്കരിക്കപ്പെടണമെന്ന് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. സമാധാനത്തോടെയുള്ള നിത്യനിദ്ര ഒട്ടുമിക്ക പേരെയും കല്ലറ പണിത് അതിനകത്ത് അടക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് മാർബിൾ ഫലകം വെച്ച് അതിന്മേൽ പരേതന്റെ മേന്മകൾ കൊത്തിവെക്കും. നല്ലൊരു സംഖ്യ അതിന് വേണ്ടി വരും. സ്ഥലത്തിന്റെ വില, പണിച്ചെലവ് എല്ലാം കൂടി ഒരു ചെറിയ വീട് പണിയാനുള്ള തുകയാകും. പണക്കാർക്ക് അത്ര പ്രശ്നമല്ല, പക്ഷേ സാധാരണക്കാർക്ക് പെട്ടെന്നാവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഫാദർ ഇപ്പോൾ പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇടവകയിലെ ഓരോ ആളും 10 രൂപ വെച്ച് പ്രതിമാസം അടയ്ക്കണം. അങ്ങനെ അടയ്ക്കുന്നയാൾ മരിക്കുമ്പോൾ മറ്റ് യാതൊരു തുകയും ഈടാക്കാതെ അയാളെ കല്ലറയിൽ സംസ്കരിക്കും. അതാണ് പുതിയ പദ്ധതി. ധാരാളം പേർ ഇതിനകം ചേർന്ന് കഴിഞ്ഞു. വളരെ ശാന്തമായ ഒരിടത്താണ് നമ്മുടെ സെമിത്തേരി. കല്ലറകൾക്ക് ചുറ്റും പൂമരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് പരിപാടി. കാലം ചെല്ലുമ്പോൾ മരങ്ങൾ സ്മാരകങ്ങൾക്ക് മേലെ സ്വമേധയാ പൂക്കൾ പൊഴിക്കും. ഫാദർ വളരെ സമർത്ഥമായി പ്രശ്നം ഞങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. സംഗതി വളരെ ലളിതമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇപ്പോൾ 4 പേരാണ്, 40 രൂപ അടയ്ക്കണം. ഇപ്പോൾ അങ്ങനെ ചെയ്താൽ അവസാനം അതൊരു ഭാരമാവില്ല. ഫാദർ ഇപ്പോൾ ബേസിനിൽ കൈ കഴുകുകയാണ്. ഭക്ഷണം നിർത്തി മരിയയെ നോക്കി. ഞാൻ ഭക്ഷണം നിർത്തി മരിയയെ നോക്കി. അവളും എന്നെ നോക്കുകയായി. പുറത്തു നിന്നും മണലിൽ ഉരുണ്ട് കളിക്കുന്ന പിള്ളേരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ടവലിൽ കൈ തുടച്ച് ഫാദർ ചോദിച്ചു, എന്താ സമ്മതമാണോ? അല്പസമയം ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഫാദർ സിറ്റ് ഔട്ടിൽ ചെന്നിരുന്നു. ഞങ്ങൾ പുറകെ ചെന്നു. പിന്നെ മരിയയാണ് സംസാരിച്ചത്. ഞങ്ങൾ 2 പേർ ചേർന്നാൽ പോരെ അച്ഛ? ഫാദർ ചിരിച്ചു. മതി, പക്ഷേ ഇതൊരു പ്രത്യേക പദ്ധതിയാണ്. ഇപ്പോൾ ചേരുന്നവർക്കായി സെമിത്തേരിയിൽ സ്ഥലം അളന്നു തിരിക്കും. കുട്ടികൾ വലുതാകുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ സ്ഥലം ബാക്കിയുണ്ടാവില്ല. വേണ്ടച്ചു. അങ്ങനെ പറഞ്ഞ് മരിയ പെട്ടെന്ന് അകത്തു പോയി. ഇറങ്ങട്ടെ, ഞായറാഴ്ച വരുമ്പോൾ ആദ്യ ഗഡു അടയ്ക്കണം. ഫാദർ മധുരമായി ചിരി അദ്ദേഹം ഇറങ്ങി. ഞാൻ അപ്പോഴും കവരിയിൽ ചാരി നിൽക്കുകയാണ്. അപ്പച്ച മുകളിൽ നിന്നാണ് വിളി. ടെറസിന്റെ പാരപ്പറ്റിന്റെ മുകളിലൂടെ തല കീഴോട്ടിട്ട് നെൽസൺ വിളിക്കുകയാണ്. അവന്റെ പിറകിൽ ഉത്സാഹം കട്ടായി പോയി. അപ്പോ ഞാൻ അപ്പോഴും കൈവരിയിൽ ചാരി നിൽക്കുകയാണ്. കേട്ടല്ലോ? അവിടെ വരെ കേട്ടിരുന്നോ? ഓക്കെ സർ. ആ അപ്പച്ച മുകളിൽ നിന്നാണ് വിളി. ടെറസിന്റെ പാരപ്പറ്റിന്റെ മുകളിലൂടെ തല കീഴോട്ടിട്ട് നെൽസൺ വിളിക്കുകയാണ്. അവന്റെ പിറകിൽ ഉത്സാഹം പൂണ്ട ചിരിയോടെ ചുറ്റുവിന്റെ കൊച്ചു മുഖവുമുണ്ട്. വീഴരുത്, ഞാൻ വിളിച്ചു പറഞ്ഞു. ഇതാണ് കഥ. പലതരം വീടുകൾ. അശോകൻ ശരികൾ എഴുതിയ മനോഹരമായ കഥ. ഇതില് സാധാരണക്കാരുടെ ജീവിതമുണ്ട്.
ഇതാണ് കഥ. ഏതായാലും കഥ കഴിഞ്ഞപ്പോൾ കഥ തീർന്നതിന് ശേഷമാണ് നമ്മുടെ നെറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നത്, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണക്കാരുടെ ജീവിതമുണ്ട് അല്ലെ, ജീവിതത്തിന്റെ പ്രത്യക്ഷ യാഥാർത്ഥ്യങ്ങളുണ്ട്, സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾ. ഇതൊക്കെയാണ് അശോകൻ ചെരുവിലിന്റെ കഥയുടെ പ്രത്യേകത. മലയാള ചെറുകഥയുടെ സമകാലീന മുഖം വരച്ചു കാട്ടുന്നു. സമകാലീനം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം പിന്നിലാണെന്ന് പറയാം അല്ലെ. എങ്കിലും ഇതൊക്കെ ഇപ്പോഴും പ്രസക്തമാണെന്നുള്ളതാണ് നമ്മുടെ ഈ സാമൂഹ്യ ജീവിതത്തിൽ. നമുക്ക് അതിനെക്കുറിച്ചുള്ള അവലോകനമാകാം, വിലയിരുത്തലാകാം, ചർച്ചകളാകാം, എന്ത് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് തെറാപ്യൂട്ടിക് എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലും. അത് നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട് കഥ അല്ലേ, നമുക്ക് കുറെ ആശയങ്ങൾ തന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്, കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ബന്ധിപ്പിച്ച് ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതവുമായിട്ട് അവരുടെ ജീവിതവുമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ പുറകിൽ നമ്മൾ കടന്നു വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ചിന്തയെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറെ പാഠങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. കുറച്ചൊരു ഡിസിപ്ലിൻ ആവണം, കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അറ്റൻഷൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കുറെ ഇമേജറീസ് നമ്മുടെ മനസ്സിൽ കിട്ടി. ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങൾ വായിക്കുകയായിരുന്നില്ല, നിങ്ങൾ ആ കഥ കാണുകയായി അല്ലെ, നമ്മുടെ ബ്രെയിനിന്റെ ഭാഷയിലൂടെ നമ്മളത് കാണുകയായി. സാർ പിന്നെ പോയോ? സംസാരിച്ചു തുടങ്ങിക്കോ. സാറേ, നമ്മുടെ സ്നേഹലത മാം കൂടി ഉണ്ട്. മാം റെഡിയാണോ കഥ പറയാൻ? മാം കൂടെ പറഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യും. കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും ആദ്യം നമസ്കാരം. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് GR ഇന്ദുഗോപൻ എഴുതിയ വിലായത്ത് ബുദ്ധ എന്ന നോവലിന്റെ കഥ ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങള് തൂവള്ള ഭാസ്കരൻ സാർ അധ്യാപകനാണ്, പൊതുപ്രവർത്തകനാണ്. സാറിന്റെ മകൻ അനി. പിന്നെ ചെമ്പകത്തിന്റെ റെക്കോർഡ് അത്ര ശരിയല്ല, നാട്ടുകാര് ചീത്തപ്പേരാണ് പറയുന്നത് ചെമ്പകത്തിനെ കുറിച്ച്. ചെമ്പകത്തിന്റെ മകളാണ് ചൈതന്യം. പിന്നെ ഡബിൾ മോഹനൻ എന്നൊരാളുണ്ട്, പുള്ളി ചന്ദനം കൊള്ളക്കാരനാണ്. പിന്നെ കാക്കി പാപ്പു രാഷ്ട്രീയക്കാരനാണ്, ഭാസ്കരൻ സാറിന്റെ എതിർ പാർട്ടിയിലുള്ള ആളാണ്. പിന്നെ തയ്യൽക്കാരന് ഉടുപ്പാൻ, നാട്ടുകാര്, വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരം. ഇത്രയും കഥാപാത്രങ്ങളുണ്ട് ഇതില്. അപ്പോ ഈ നോവലിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങള് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ അധ്യായം മാത്രം ഞാൻ ഒന്ന് വായിക്കുകയാണ്. ഇടുക്കി മറയൂർ 10 വർഷം മുമ്പ് ഒരു സന്ധ്യാനേരം തയ്യൽക്കാരൻ ഉടുപ്പാന്റെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ഭാസ്കരൻ സാറ്. പാടത്തിന്റെ കരയിലൂടെയുള്ള റോഡ് അന്ന് ടാർ ചെയ്തിട്ടില്ല. 3-4 ദിവസമായി നല്ല മഴയുണ്ടായിരുന്നു. വല്ലാത്ത അന്തരീക്ഷം. താഴ്വരയെ ആകെ പാമ്പ് കടിച്ച മട്ടിൽ ഇരുണ്ട നിറം. 2 മലകളെ ബന്ധിച്ചെന്ന വിധം ഒരു മഴവില്ല് തെളിഞ്ഞു നിന്നിരുന്നു. അതും നോക്കി നടക്കവേ മഴവില്ല് മെല്ലെ മെല്ലെ മങ്ങി വന്നു. ഇത്രയുള്ള ആദ്യത്തെ അധ്യായം. പിന്നത്തെ അധ്യായത്തില് പറയുന്നത് ഭാസ്കരൻ സാറ് ഉടുപ്പാന്റെ തയ്യക്കടയിലേക്ക് പോയി. ഷർട്ട് തയ്ച്ചത് വാങ്ങിക്കാനാണ് പോയത്. വൈകുന്നേരം പോയിട്ട് സാറിനെ കാണാനില്ല. സാറിന്റെ മകൻ അനി സാറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. സാറ് പോകുന്ന പാർട്ടി ഓഫീസിലും തയ്യക്കാരന്റെ കടയിലും ഒക്കെ ചെന്നു. അവിടെ ഇന്നും ചെന്നു, സാറിനെ കാണാനില്ല. അപ്പോ അവസാനം സാറിനെ കണ്ടെത്തുന്നത് ഈ
റെക്കോർഡ് ഇത്ര ശരിയല്ലെന്ന് പറഞ്ഞ് ചെമ്പകത്തിന്റെ വീടിന്റെ പിന്നിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ്. അതോടെ നാട്ടുകാർക്ക് സാറിനെ കുറിച്ചുള്ള അഭിപ്രായം പോയി. തൂവള്ള ഭാസ്കരൻ എന്ന പേര് മാറി തീട്ടം ഭാസ്കരൻ എന്നായി സാറിന്റെ പേര്. സാറ് ആകെ വിഷണ്ണനാണ്. സാർ പൊതുരംഗത്ത് നിന്ന് പിൻവാങ്ങി. കാക്കിപ്പാപ്പു എന്ന രാഷ്ട്രീയ പ്രതിയോഗിയാണ് സാറിനെ അത്രയും നാറ്റിച്ചത്. സാർ അവിടെ പോയതാണെന്നും സ്ഥിരമായിട്ട് പോകുന്നതാണ്, അന്ന് പോയപ്പോ സ്ലാബ് ഇളകി കിടന്നത് കൊണ്ട് വീണു പോയതാണെന്നെല്ലാം പറഞ്ഞ് സാറ് അകത്തേക്ക് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലാക്കി. സാർ ഒരു കാര്യം ചെയ്തു. സാർ ഒരു ചന്ദനമരം നട്ടു വളർത്തി. പിന്നെ ഈ ഡബിൾ മോഹനന്റെ കാര്യം, ഡബിൾ മോഹനൻ സാറിന്റെ വിദ്യാർത്ഥിയാണ്. സാറ് അവനെ തല്ലി. അവൻ ചന്ദനം ചുമക്കാൻ പോയ എന്നെ സാറ് തല്ലി ചന്ദന മോഷ്ടാവാക്കി എന്നാണ് മോഹനൻ പറയുന്നത്. ജഡ്ജി പറഞ്ഞിട്ട് ചന്ദനമരം സമർത്ഥമായി മോഷ്ടിച്ച ആളാണ് മോഹനൻ. മോഹനൻ ചെമ്പകത്തിന്റെ മകൾ ചൈതന്യത്തെ സ്നേഹിക്കുന്നു. പക്ഷെ ചൈതന്യത്തിന് അമ്മയുടെ ദുഷ്പേര് ബാധിക്കരുതെന്ന് മോഹന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടി മോഹനൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് അവിടെ ഒരു ആട്ടുമല എന്നൊരു മലയുണ്ട്. ആ മലയിലേക്ക് വഴിയില്ല, അങ്ങോട്ട് വഴി വെട്ടുകയാണ് വർഷങ്ങളായിട്ട്. അതാണ് മോഹന്റെ ശ്രമം. പിന്നെ സാറിന്റെ ഇമേജ് നഷ്ടപ്പെട്ടതിന് ഈ ചന്ദനമരം വളർത്തി കഴിയുകയാണ്. അങ്ങനെ 10 വർഷങ്ങൾ കടന്നു പോവുകയാണ്. പിന്നെ ഇന്തക്കാലമാണ്, 5-ാമത്തെ അധ്യായം തൊട്ട് ഇന്തക്കാലം. അപ്പൊ മോഹനൻ സാറിന്റെ ചന്ദനമരം കണ്ട് സാറിനോട് പറഞ്ഞു, സാറേ ഇത് വളരെ വിശേഷപ്പെട്ട ചന്ദനമരമാണ്, ഇതിൽ ധാരാളം ബുദ്ധന്മാരുണ്ട്, ഇത് വിറ്റാൽ ഒരുപാട് പണം കിട്ടും, സാറിന് ഞാൻ നല്ലൊരു തുക തരാം, എനിക്ക് തരുമോ? അപ്പൊ സാറ് പറഞ്ഞു, ഞാനിത് വിൽക്കാനല്ല നട്ടു വളർത്തുന്നു. പിന്നെ എന്തിനാ സാറേ? അത് ഈ ചന്ദനമരത്തിൽ വേണം എനിക്ക് എരിഞ്ഞടങ്ങാൻ. അപ്പോഴെങ്കിലും നാട്ടുകാര് എന്റെ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചന്ദനമരം നട്ടു വളർത്തുന്നത്. മോഹന് ഇമേജ് ശരിയാക്കാൻ മോഹനൻ ചെയ്യാൻ പോണത് മലയിലേക്ക് വഴിവെട്ടി അവിടെ പോയി ബട്ടർ ബീൻസ് കൃഷി ചെയ്ത് ചൈതന്യമായിട്ട് ജീവിക്കണം. അതിന് പഞ്ചായത്ത് രേഖകളിൽ വരെ വരുത്തി ആട്ടുമലയുടെ പേര് ചൈതന്യമല്ലാന്നാക്കണമെന്നാണ് മോഹന്റെ തീരുമാനം. ഈ മരം നോട്ടം ഇട്ടു സാറിന് മനസ്സിലായി. സാറിന് ഭയമായി. മോഹനൻ എന്റെ മരം മോഷ്ടിച്ചുകൊണ്ട് പോവോ എന്നുള്ള പേടിയിൽ സാറ് ചന്ദനമരത്തിന് കണ്ടത്. മോഹനൻ വഴിവെട്ടി ചൈതന്യമായി മലയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ മോഹനെ തല്ലി പഴുപ്പ് നിർത്തിയതാണെങ്കിലും മോഹന് ഗുരുഭക്തിയുണ്ട്. മോഹനൻ തീരുമാനിച്ചു സാറിന്റെ അനുഗ്രഹം വാങ്ങിച്ചു വേണം മലയിലേക്ക് ആദ്യ യാത്ര പോകാൻ എന്ന് കരുതി സാറിന്റെ വീട്ടിലേക്ക് അതിൽ സാറപ്പോ വിചാരിച്ചു മോഹനൻ ചന്ദനമരം വെട്ടിക്കൊണ്ട് പോകാമെന്നാണ്. സാറ് തോക്കും കരുതി വെച്ചാണ് ഇരിക്കുന്നത്. മോഹൻ അന്ന് ഇതിന്റെ വിലയൊക്കെ പറഞ്ഞപ്പോ മുതൽ സാറിന് പേടിച്ചു. മോഹന്റെ തോളില് വെടിയുണ്ടേറ്റു. മോഹൻ പറഞ്ഞു, സാറേ ഞാൻ എന്റെ ആദ്യ യാത്ര ഈ വേദനയുമായിട്ട് ഞാൻ പോകും, അല്ലാതെ ഞാൻ എന്റെ യാത്ര മുടക്കത്തില്ല. പിന്നെ സാറിന്റെ ഈ ചന്ദനമരം ഞാൻ എടുക്കും വെട്ടും എന്നെല്ലാം ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് മോഹനൻ പോകുന്നത്. സാറ് ചന്ദനമരത്തിന്റെ കാവല് തുറന്നു. സാറിന്റെ മകൻ അനി ഇതിൽ വളരെ അസ്വസ്ഥനാണ്. അനി പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നു എന്ന് പറഞ്ഞ് അനി വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനു മുമ്പ് സാറിന് കഞ്ഞിയും കൊടുത്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞു സാറിന് കലശലായ വയറിളക്കം വന്നിട്ടും സാറ് കാവല് നിർത്തിയിട്ടില്ല. സാറ് ആ മരത്തിന്റെ ചുവട്ടില് കട്ടില് കൊണ്ടിട്ട് കാവല് കിടക്കുകയാണ്. അവസാനം എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ പോലും വയ്യാതായി അവിടെ കിടന്ന് തന്നെ എല്ലാം നടത്തുകയാണ്. നാട്ടുകാരും അടുത്തില്ല. മോഹനൻ മലയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഈ വിവരം അറിഞ്ഞു. ഇതറിഞ്ഞ് മോഹനൻ ഓടിയെത്തി സാറിനെ കഴുകി വൃത്തിയാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സയെല്ലാം നടത്തി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ പല സംഭവങ്ങളും നടന്നിരിക്കുന്നു. ഒന്ന്, ആ ചന്ദനമരം ആരോ വെട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. മോഹനല്ല, കാരണം മോഹനൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആരായിരിക്കും ചന്ദനമരം മോഷ്ടിച്ചത്? പിന്നെ വേറൊരു സംഭവം, കാക്കിപ്പാപ്പുവിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സാറിനെ കുറിച്ച് ഈ ദൂഷണം മുഴുവൻ പറഞ്ഞുണ്ടാക്കിയത്
കാക്കിപ്പാപ്പുവാണ്. അപ്പോഴേക്കും നാട്ടുകാരുടെ മനസ്സ് മാറി. അവര് സാറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം വെറുതെയാണ് എന്നൊരു നിഗമനത്തിലെത്തി. സാറ് അന്വേഷിച്ച് നടന്നു ആരാണ് ഈ ചന്ദനമരം വെട്ടിയത്. അപ്പോ ചെമ്പകത്തിന്റെ മകൾ ചൈതന്യം പറഞ്ഞു, സാറിന്റെ മകൻ അനി അറിയാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചൈതന്യം പറയുന്നു. പിന്നെ അവസാനം ആരാണ് ചന്ദനം മരം വെട്ടിയത് എന്ന് കഥ വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ ആരും വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. പറയണം? അവസാനം പറയാം. ആരാണ് ആ ചന്ദനം വെട്ടിയത്? ഇത്രേ ഉള്ളൂ കഥ. സാറ് പിന്നെ സാറ് പൊതുരംഗത്തേക്ക് വന്നു. പിന്നെ ഈ കാക്കിപ്പാപ്പു ഇങ്ങനെ അറസ്റ്റിലായതോടെ സാറിനോട് ജനങ്ങൾക്കുള്ള എതിർപ്പ് കുറഞ്ഞു. സാറ് പൊതുരംഗത്തേക്ക് വന്നു. തന്നെ സാറ് ജീവിച്ചിരിക്കുമ്പോ തന്നെ സാറിന്റെ സൽപ്പേര് നേടിയെടുക്കുകയാണ്. അങ്ങനെ നോവൽ അവസാനിക്കുന്നു. ഇത് വെട്ടിയതാരാണെന്നുള്ള താങ്ക് യു. എന്നെ കേട്ടിരുന്നു. നമ്മുടെ സ്റ്റോറി തെറാപ്പി വളരെ നല്ലതാണ്. കുട്ടികൾ ഇങ്ങനെ കഥകൾ കേട്ട് വളർന്നാല് അവർക്ക് ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വികസിക്കും. പിന്നെ നമ്മളെ ഓമനത്തിങ്കൾ കിടാവു പാട്ട് ഇരയിമ്മൻ തമ്പി രചിച്ചത് സ്വാതി തിരുനാളിനെ ഉറക്കാനാണ്. അപ്പൊ സ്വാതി തിരുനാൾ എത്ര വലിയ സംഗീതജ്ഞനായി. അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റോറി തെറാപ്പി അതുപോലെ പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാ ആഴ്ചയും കഥ പറയണമെന്ന് എനിക്ക് ആഗ്രഹം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് 2 കഥകൾ ഇന്ന് കേട്ടു. ഒരു കഥ ജോൺ സാറ് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കാൻ ആവശ്യപ്പെടുന്ന ഒത്തിരിയും നന്മകൾ അല്ലെങ്കിൽ അറിവുകൾ ഉള്ള ഒരു കഥയായി സാർ അത് പറഞ്ഞു കൃത്യമായിട്ട്. ഇതിലൂടെ എന്താണ് നമുക്ക് ലഭിച്ചത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ വിലായത്ത് ബുദ്ധൻ എന്ന് പറയുന്ന കഥയുടെ ഒരു സാരാംശം നമ്മൾ കേട്ടു. അതിനകത്ത് ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേട്ടവർക്ക് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റോയ് സാർ സ്റ്റാർട്ട് ചെയ്യാവോ? ജോസഫ് ജോൺ സാർ ഉണ്ടല്ലോ അല്ലേ? കേൾക്കാമല്ലോ? കേൾക്കാം. പലതരം വീടുകൾ. റോയ് സാറിന്റെ സൗണ്ട് വരുന്നില്ലല്ലോ. ഇല്ല, സൗണ്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും ഒന്ന് പ്രശ്നമാണ്. സൗണ്ട് വരുന്നില്ല റോയ് സാറേ. സൗണ്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. സ്റ്റോറി തടസ്സപ്പെട്ടോ? സ്റ്റോറിയുടെ ഭാഗവും കുറച്ച് കണക്ടിവിറ്റി ബ്രേക്ക് വരുമ്പോ നമ്മള് അവസാനം അല്ലേ? അവസാന ഭാഗം. അവസാനം സാറ് കിട്ടുന്നില്ല, സൗണ്ട് വരുന്നില്ല. സാർ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് നോക്കട്ടെ. രാജേഷ് സാർ, വിൻസെന്റ് സാർ കേൾക്കാമോ? ജോർജ് സാർ? റോയ് സാർ ഒന്നുകൂടെ ലോഗിൻ ചെയ്തു. പുറത്ത് പോയിട്ട് നമ്മുടെ രമാവതി മാം കേൾക്കുന്നുണ്ടോ? ഹലോ. ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഹലോ. കേൾക്കാം. യെസ്. ജോസഫ് സാറിന്റെ കഥ കേട്ടപ്പോൾ ലൈഫ് റിലവൻ്റ് ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണാൻ കഴിയും. അപ്പോ എന്തുമാത്രം ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒരു വീട് പണിയുന്നത്, അത് കഴിഞ്ഞ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം വളരെ ഭംഗിയായി വരച്ചു കാണിക്കുന്ന ഒരു കഥ ആയിരുന്നു. പ്രസന്റേഷനിലൂടെ ഞാനത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ്. അപ്പോൾ
വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞ ഒരാള് വളരെ പ്രതീക്ഷയോടുകൂടി വീട് പണിയുകയും ആ വീട് ഇതൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളോ എല്ലാം വളരെ ഭംഗിയായിട്ട് വരച്ച് കാണിക്കുന്നു എന്നതാണ് ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റിക്ക് ഒരു ശല്യം ഉണ്ടായിരുന്നു. ഏതായാലും സാധാരണക്കാരൻ്റെ ഒരു ഉദ്യോഗസ്ഥയായ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചിരകാലാഭിലാഷം സാക്ഷാത്കരിക്കുന്ന ഒരു വീട് പണിയുടെ വിഷമതകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായി വരുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഭംഗിയായി വരച്ച് കാണിക്കുന്ന ഒരു കഥയായിരുന്നു അത്. അത് കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പള്ളിയിൽ അച്ഛൻ എൻ്റെ കാര്യങ്ങൾ ശവം മരിച്ചു കഴിയുമ്പോൾ വളരെ കുഴപ്പമില്ലാണ്ട് ശവം അടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാന്യത കാണുന്ന ഭാഗങ്ങളും സാമ്പത്തിക വേദനയും എല്ലാം സാധാരണയായി അനുഭവപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്. അത് നമുക്ക് തന്നെ സ്വജീവിതത്തിലുമൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. പിന്നെ സ്നേഹലതാ മാഡത്തിൻ്റെ കഥ, അതിനകത്തെ കഥാപാത്രങ്ങളുടെ കാര്യങ്ങളും രാഷ്ട്രീയക്കാരൻ്റെ ആണല്ലോ അതിനകത്തെ പ്രധാന കഥാപാത്രം. ഭാസ്കരൻ സാർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെയാണ് അല്ലേ? അതിനിടയ്ക്ക് ചില ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നുകൂടെ എന്നാണ് ഇന്നത്തെ കഥകൾക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കുന്നത്. അപ്പോൾ ചെമ്പകം എന്ന് പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഇമേജ് കീപ്പ് ചെയ്യാനും അത് നശിപ്പിക്കാനും ഉള്ളതായ പ്രവണത പൊതുവിൽ എല്ലായിടത്തും ഉണ്ട്. ആ ഭാഗമാണ് ഇതിനകത്ത് കാണിച്ച ഒരു ഭാഗം. പക്ഷേ ഈ ചെമ്പകത്തിൻ്റെ സേഫ്റ്റി ടാങ്കിനകത്ത് നിന്ന് കടന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഇതുപോലെയാണ് ഇന്നും പല കാര്യങ്ങളും ഉണ്ട് ഇതുപോലെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്ന ചില സംഭവങ്ങൾ. അത് എതിർ പാർട്ടിക്കാർ വളരെയധികം എൻ്റർടൈൻ ചെയ്യുന്നത്. അതോടുകൂടി രാഷ്ട്രീയ ഭാവിയെ ഒത്തിരി ബാധിക്കുന്ന ഒരു ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആ ഒരു ഭാവി ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഭാസ്കരൻ സാറിൻ്റെ ശ്രമങ്ങളും അതിനിടയിൽ ചെമ്പകം വെച്ച് പിടിപ്പിച്ചതും ചന്ദനം വെച്ച് പിടിപ്പിച്ചതും ഒക്കെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചന്ദനം തന്നെ പിടിച്ചത്. കാരണം ആ മണം മാറിക്കിട്ടണമല്ലോ ഈ ടാങ്കിൽ വീണതിൻ്റെ. അപ്പോൾ അതിന് തടസ്സമായി നിന്നത് ആളെ നമ്മൾ പൊതുവെ കാണുന്നത് ആരാണെന്നൊന്നും വ്യക്തമല്ല. എങ്കിലും ചെമ്പകത്തിൻ്റെ മകൻ ഭാസ്കരൻ സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ചെമ്പകത്തിൻ്റെ മകനായി പിറന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ ഡബിൾ മോഹനുണ്ട്. അപ്പോൾ അദ്ദേഹം താമസം ഉൾപ്രദേശത്തേക്ക് മാറ്റി വഴിവെട്ടുന്ന ശ്രമമായിരുന്നു. അതുപോലെ തന്നെ ഭാസ്കരൻ സാറ് ചന്ദനം വെടിച്ചുപിടിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ചന്ദനത്തിൻ്റെ തടി കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ ഉണ്ട് ചില ഇമേജ് ഒന്ന് മാറ്റിയെടുക്കണമെന്ന്. ഈ അമ്മയുടെ ഈ ഇതിൻ്റെ വന്നതായ ചീത്തപ്പേരും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഈ ചന്ദനം ഉപകരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് വിശകലനം ചെയ്യാം. വന്നത് 2, ഇപ്പോൾ സ്നേഹ മാഡം അവസാനം ഇത് ആരായിരിക്കും ഈ കണി ചെയ്തത്, ചന്ദനം വെട്ടിയത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് എൻ്റെ ഒരു ഇതില് ഈ കാക്കിപ്പാപ്പു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹമാണ് ഇദ്ദേഹത്തെ മോശക്കാരനാക്കാൻ ശ്രമിച്ചത്. എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ
അപ്പോ ഈ സാധാരണ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രധാനമായ ഒരു ഭാഗം എനിക്ക് മനസ്സിലായത്, ഈ രാഷ്ട്രീയക്കാരന് ഇമേജ് സംരക്ഷിക്കാൻ നോക്കുകയും അതിനെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഭാഗം എതിർ പാർട്ടിക്കാർക്കുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിനെയും തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബാക്കി ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ട്, അത് തന്നെയാണ് ഈ ഡബിൾ മോഹനും ആഗ്രഹിച്ചത്, ആ ചീത്തപ്പേരൊന്ന് മാറ്റിയെടുക്കാനാണ്. അതിന് ഉള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും ഒക്കെ പോയത് എന്നെനിക്ക് തോന്നുന്നു. ഈ ചന്ദനമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി ആശുപത്രി കൊണ്ടുപോയതും എല്ലാം ഈ ചന്ദനം കിട്ടുമല്ലോ എന്നോർത്തായിരിക്കാം. ഏതായാലും തിരിച്ചു വന്നപ്പോഴാണ് ഈ ചന്ദനമരം ആരോ വെട്ടിക്കൊണ്ടുപോയതായി കണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാക്കിപ്പാപ്പ് തന്നെ ആയിരിക്കണം ഇത് വെട്ടിക്കൊണ്ടുപോയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ മാഡം, ഏതായാലും മാഡത്തിൻ്റെ ഇത് ഇച്ചിരി സ്പീഡായി പോയെന്ന് എനിക്ക് സംശയം, സ്നേഹലത മാഡത്തിൻ്റെ സ്റ്റോറി. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ തീർന്നു പോയി എന്നല്ല, അത് മാഡം പറഞ്ഞു 10 ചാപ്റ്റർ ഉള്ളതായിട്ടുള്ളതിൽ 5 എണ്ണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ തുടക്കമൊക്കെ ആണെങ്കിൽ ഇച്ചിരൂടെ ഒന്ന് ഇത് ചെയ്തായിരുന്നെങ്കിൽ, സമയം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത്. ഏതായാലും ഇന്നത്തെ കഥകൾക്കെല്ലാം ഈ ഇടയ്ക്കെല്ലാം ഈ ഓഡിയോ ബ്രേക്കിന്റെ ഒരു ശല്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടും വേറെ ആരെങ്കിലും ഉണ്ട്? വിൻസെന്റ് സാർ, ജോർജ് സാർ, ആരെങ്കിലും? രമാവതി മാം. സാറേ നമസ്കാരം. ജോസഫ് ജോൺ സാർ, സാബു സാർ, സ്നേഹലത മേഡം, നമസ്കാരം. ഇത് സാർ ആദ്യം പറഞ്ഞ കഥ നമ്മുടെ ലൈഫില് പണ്ടത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്നുണ്ട് സാറേ. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഞങ്ങളെല്ലാം ആ വീട് കെട്ട്, ഞാൻ പറഞ്ഞില്ലേ ചില കഥകളെല്ലാം നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് പുറകോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. നമ്മളിങ്ങനെ വീട് കെട്ടുന്ന സമയത്ത് പിന്നെ ലോണ്, HBA, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, അതുപോലെ കിട്ടാവുന്നൊക്കെ എടുക്കും. കാരണം PF ലോണ്, പ്രൊവിഡന്റ് ഫണ്ടിന്ന് അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ എങ്ങനെയല്ലാണ് ഒരു വീട്, അപ്പം ആ വീട് കെട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ വരക്കുമ്പോ തന്നെ ചെറിയ സിറ്റ് ഔട്ട് ആയിരിക്കും. അല്ല, ഇത് പിന്നെ ആ വീടിന്റെ റൂമൊക്കെ അത്ര വലുതായിരിക്കൂല. നമ്മുടെ എന്താ പറയണ്ട കയ്യിലിരുന്ന കാശിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കും ആ പ്ലാനൊക്കെ. അത് കഴിഞ്ഞിട്ട് ഓരോന്നും ചെയ്യുമ്പോഴും നമ്മുടെ പോക്കറ്റ് നോക്കും, ഇതിന് പൈസന് മതിയാവോ എന്നുള്ള രീതിയിലുള്ള. സാറിന്റെ കഥയില് ഉടനീളം അത് പ്രതിഫലിക്കുന്നുണ്ട്, അവരുടെ മാനസികാവസ്ഥ. അതിപ്പം ആ വിഷമതകളായാലും അതിനിടയിൽ കുട്ടികളുടെ ഇത് പറയുമ്പോ പണ്ടൊക്കെ കുട്ടികളെ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് കിടത്തുന്ന ഒരവസ്ഥയാണ് രാത്രിയില്. അത് അതില് പറയുന്നുണ്ടല്ലോ സാറേ. കാരണം കുട്ടികള് അവിടെ അപ്പുറത്തെ റൂമിൽ കിടക്കുകയാണ്, അവരാദ്യമായിട്ടാണ് അങ്ങനെ ഒറ്റക്ക് കിടക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആഗ്രഹം അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ഓരോ റൂമിൽ കിടക്കാൻ ഓരോരോ സിംഗിൾ റൂം തന്നെ വേണമെന്നുള്ള വാശിയായിരുന്നു. അതൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ വീട് കെട്ടിയിട്ടും പിന്നെ ജോയ് സാർ പറഞ്ഞ പോലെ അതിന്റെ പല പ്രശ്നങ്ങളും പിന്നെ അതില് കുറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അവര് ആ ലൈഫില് ആ കുട്ടി, അതിനിടയിൽ ആ കുട്ടി ഇങ്ങനെ, സാധാരണ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം താഴെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ മേലെ ടെറസിന്റെ ആ മറ്റേ സിറ്റ് മുകളിൽ പോയിട്ട് ഇങ്ങനെ ഒന്ന് എത്തി നോക്കുക അവരപ്പം താഴെ നിൽക്കുന്നുണ്ട് നമ്മുടെ നെഞ്ചു പടക്കം, അയ്യോ വീണു പോവല്ലേ. അത് നമ്മളെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ തന്നെ സാർ അങ്ങനെ പറഞ്ഞു. നല്ല രീതിയിൽ. ഏതായാലും നല്ല കഥയാണ് സാറേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്നേഹലത മാം പറഞ്ഞ കഥയില് അതിലിപ്പം രാഷ്ട്രീയം എന്ന് പറയുമ്പോ ഇപ്പം എല്ലാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് നല്ലവരായിട്ട് ഇതാക്കുമ്പം അവരെന്തെങ്കിലും പിന്നെ എന്താ പറയണ്ടേ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരും ഉണ്ട്. അത് ആ കഥയിൽ ഉണ്ട്. കാരണം അയാൾ നല്ല രീതിയിൽ പിന്നെ എന്താ പറയണ്ട സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളെന്നുള്ള രീതിയിൽ എല്ലാം ചെയ്തുകൊണ്ടെല്ലാം ജീവിക്കുമ്പോ മനുഷ്യന്റെ അവസ്ഥ അല്ലേ, പോകുന്ന വഴിയിൽ ചിലപ്പം ആ സ്ലാബിന്റെ ഇത് അങ്ങനെ കുറച്ച് ഇളകിയിട്ടുണ്ടാവും, അപ്പൊ അതിൽ വീണു പോയതായിരിക്കും. അപ്പൊ ഉടനെ അയാളെ പറ്റിയിട്ട് കുറെ കാര്യങ്ങള് പിന്നെ എന്താ പറയണ്ടേ കെട്ടിച്ചമച്ചിട്ട് അയാള് ഇത് ദിവസം ഇങ്ങനെ ചെമ്പകത്തിന്റെ അടുത്ത് പോകുന്ന ആളായിരിക്കും.
അങ്ങനെ വീണുപോയതായിരിക്കും എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർത്തിട്ട് അയാളെ രാഷ്ട്രീയത്തിന് അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോ എന്തായാലും രാഷ്ട്രീയക്കാരന് അവിടെ പിന്നെ നിലനിൽപ്പില്ല. പിന്നെ അയാൾ ഒഴിഞ്ഞു മാറിയിരിക്കണം, അല്ലെങ്കിൽ സ്വയം മാറിയിരിക്കണം, അല്ലെങ്കിൽ മാറ്റും അല്ലെങ്കിൽ മാറിയിരിക്കണം. ഒരു പേരുദോഷം വന്നാൽ പിന്നെ അയാൾക്ക് അവിടെ പ്രസക്തി ഇല്ല. അതുപോലെ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ചന്ദനമരം മാത്രല്ല ലൈഫില് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ആരെങ്കിലും ചോദിക്കുമ്പോ അത് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ഞാൻ അത് തരില്ല എന്നുള്ള ഒരു വാക്ക് ആദ്യം പറയും. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല. അയാള് പിന്നെ എന്താ പറയേണ്ടത്, എനിക്ക് ചന്ദനമരം എന്റെ ശവമടപ്പിന് ചന്ദനമരം തന്നെ കത്തിക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ. അതായത് എനിക്ക് വിലയൊന്നും വേണ്ട, ഇനി വില കിട്ടാനോ അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാനോ അല്ല, എന്നെ ദയിപ്പിക്കുമ്പോ അത് വേണം എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറയുന്നത്. അത് പറയുമ്പം എനിക്ക് പറയാനുള്ള മുമ്പ് അങ്ങനെ ഇവിടെ വായിച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പില് കുഴിമാടം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നെ ഈ കുഴിയിലാന്നും കുഴിച്ചു കൊണ്ടുണ്ടെന്നുള്ള രീതിയിൽ ചെയ്തിടുക. അപ്പൊ അതുപോലെ അയാളെ ചന്ദനമരം, പക്ഷെ ആ ചന്ദനമരത്തോടുള്ള ഇഷ്ടമായി പിന്നെ ഒരാള് ഈ കുട്ടികൾ, അതായത് നമ്മള് കുറച്ച് പ്രായമാവും തോറും ശരിക്കും കുട്ടികളുടെ മനസ്സിലേക്ക് വരിക, കുട്ടികളുടെ കുട്ടിത്തത്തിലേക്ക് വരിക. അപ്പം ഒരു ടോയ് ആണെങ്കിലും എനിക്ക് ഈ ടോയ് വേണം ഞാൻ എടുത്തോട്ടെ എന്ന് ഒരു കുട്ടി ചോദിച്ചാല് അത് ഉറക്കത്തിലും കൂട്ടി ടോയ് എടുത്തിട്ട് അടുത്ത് വെച്ചിട്ട് അത് കിടക്കും. കാരണം അവരുടെ പ്രായമാകുമ്പോഴുള്ള സ്വഭാവം അതേ രീതിയിൽ വരും. എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് കൊടുക്കൂല എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ അയാൾ പിന്നെ അവിടെ ചന്ദനമരത്തിന്റെ അടുത്ത് നിലയുറപ്പിക്കുകയാണ്, കട്ടിലിട്ട് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോ തന്നെ അയാൾക്ക് പിന്നെ ബോഡി വയ്യാതാകുമ്പോഴും അയാള് സകല കാര്യങ്ങൾ അവിടെ തന്നെ നിറവേറ്റാണ്. പക്ഷെ ഈ ചന്ദനമരം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ച അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇയാളോടുള്ള ഒരു സഹതാപം ഉണ്ട് എന്നുള്ളതാണ് കഥയിൽ പറയുന്നത്. അതുകൊണ്ടാണ് നേരെ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ശുശ്രൂഷിക്കുമ്പം പിന്നെ മാഡം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പിന്നെ ആരാണ് ഈ വരുമ്പോഴത്തേക്ക് ചന്ദനമരം സംഭവമില്ല. അപ്പൊ ആ ചന്ദനമരം ആരാണ് എടുത്തതെന്നുള്ള ചോദ്യത്തിന് എനിക്കതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പൊ മകൻ ആസ്പത്രിയിൽ കൊണ്ടുപോകുമ്പോ മകൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിയായിട്ടുള്ള ഒരു മറുപടി അതിന് പറയാൻ പറ്റുന്നില്ല. അതിന് മാഡത്തിൽ നിന്ന് തന്നെ ഞാനത് ആഗ്രഹിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? സാർ ഉണ്ടോ? ജോർജ് സാർ? ഓക്കെ, ഇല്ലെങ്കിൽ ജോസഫ് ജോൺ സാറിന്റെ വ്യൂ പോയിന്റ് ഒന്ന് പറയൂ. അതിനുശേഷം ആ കഥയെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം. രണ്ട് കഥയെക്കുറിച്ച് പറയാം. ഞാൻ കഥ പറയുകയും നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ കൂടാണ് വന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരാണ് നമ്മുടെ ഈ അശോകൻ ചെരുവിൽ ജനിച്ച സ്ഥലം. രജിസ്ട്രേഷൻ വകുപ്പില് ഉദ്യോഗസ്ഥനായിരുന്നു. മുൻ KPSC പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരുന്നിട്ടുണ്ട്. നിരവധി സാഹിത്യ അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകാട് അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കഥ ജീവിതഗന്ധിയായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ സമൂഹത്തിൽ നടമാടുന്ന നേർക്കാഴ്ചകൾ തന്നെയാണ്. വീട്ടിലേക്ക് ഒരു അച്ഛൻ അല്ലെങ്കിൽ പുരോഹിതൻ കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനം. ഞാൻ അപ്പോഴും ഇവിടെ ചാരി നിൽക്കുകയായിരുന്നു എന്നല്ലേ പറയണത്. അവസാനം അത് ആവർത്തിക്കുന്നത്. അപ്പോഴും ഇതെല്ലാം അച്ഛൻ പറയുന്നതൊക്കെ കേട്ടിട്ടും അവിടെ തന്നെ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. നേരത്തെ അധികം പള്ളിയിലൊന്നും പോകുന്ന വ്യക്തി ആയിരുന്നില്ല ഈ കഥാനായകൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം വീട് വെഞ്ചരിപ്പിന് അല്ലെങ്കിൽ തലേ ദിവസമാണ് ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയുന്നുണ്ട്. എങ്കിലും പുരോഹിതൻ അവിടെ ഇരിക്കുമ്പോൾ ആ കഥാനായകൻ അവിടെ നിൽക്കുകയാണ്, ചാരി നിൽക്കുകയാണ് ഇരിക്കുന്നത്. ഒരു ബഹുമാനം കൊടുക്കുന്നു. ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അത് ഒരു മാതൃകാ ബന്ധമാണ്. പണ്ടത്തെ രമാവതി മാഡം പറഞ്ഞതുപോലെ അന്ന് സർക്കാർ ജീവനക്കാരെ ഇതിന്റെ ഇരട്ടിയോളം കഷ്ടപ്പാട് സഹിച്ച് വന്നവരാണ്. ഞാൻ അതിൽ പെടുന്ന വ്യക്തി തന്നെയാണ്. ഞാൻ 1983 സർവീസിൽ കയറിയ വ്യക്തിയാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ സർവീസിൽ കയറുമ്പോൾ എൻ്റെ 330, 515 ശമ്പള സ്കെയിൽ, 330 രൂപ, അതൊക്കെ പോട്ടെ. അപ്പോൾ ആ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവർ രണ്ടുപേരും ഷെയർ ചെയ്യും. അവര് ലൈൻ
മുറിയിൽ താമസിക്കുമ്പോൾ ഉള്ള കഷ്ടപ്പാടുകളൊന്നും ഓർത്ത് നോക്കുക. അവിടെയും അവർക്ക് പരാതികളില്ല, ഭാര്യയ്ക്ക് പരാതികളില്ല. അല്ലെങ്കിൽ അവിടെ ഇന്നത്തെ പോലെയാണെങ്കിൽ ഭാര്യ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി പോകാനുള്ള സാധ്യത വളരെ വളരെയാണ്. ഇതാണോ സൗകര്യങ്ങൾ നമുക്ക് ചോദിച്ചത്. വെള്ളമില്ല, മുറിയില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. രണ്ടുപേരുടെയും സമ്പാദ്യം കൊണ്ട് അങ്ങനെ ഒരു വീട്, ഒരു വീടൊരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു അല്ലേ. പിന്നെ ഒരു സുഖപ്രദമായ തളർച്ച എന്ന് പറയുന്നത്, വളരെ അധ്വാനിച്ച് ഒരു വീട് കെട്ടി അതിൻ്റെ പാലുകാശ് നടത്തി കഴിയുമ്പോഴത്തേക്ക് തളർന്നു കിടന്നൊരു ഉറക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. അത് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു അച്ചീവ്മെന്റ് നേടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തളർച്ചയൊക്കെ ഒരു സുഖകരമായിട്ട് തോന്നും അല്ലേ. അതാണ് അവിടെ കാണിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഇതിനകത്ത് വരച്ചു കാട്ടുന്നു. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടുട്ടുവിനോട് ചോദിക്കുന്നു, നീ തന്നെ കിടന്ന് ഉറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണല്ലേ. അവൻ്റെ മനസ്സിലൊരു സങ്കല്പം. അങ്ങനെ അത് നല്ല കോണ്ടെക്സ്റ്റുകളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അറ്റ് എനി ടൈം ഡെത്ത് ക്യാൻ അപ്രോച്ചസ്, മരണം നമ്മൾ എപ്പോൾ വേണേലും തേടി വരാം. ആ ഒരു സങ്കല്പം ഇവിടെ വരച്ചു കാട്ടുന്നു. അപ്പം അതിലൊരു സിംബോളിക് ആണെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ പേടിച്ചു പോകുന്നു. ഇവിടെയാണെങ്കിൽ അതിന് പൈസ കൊടുത്തിട്ടില്ല, ബുക്ക് ചെയ്തിട്ടില്ല. അതൊരു വിരോധാഭാസമായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ പലതരം വീടുകൾ, ജീവിക്കാനൊരു വീട്, മരിച്ചു കഴിഞ്ഞാൽ സുഖനിദ്രയ്ക്കൊരു വീട് എന്നൊക്കെയുള്ള ഒരു സങ്കല്പം കൂടെ അവിടെ വരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ജീവിക്കാനുള്ള വീടിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റത് മാർബിളും ഒക്കെ കെട്ടിപ്പടുത്ത് ചെയ്തിട്ട് കാര്യങ്ങൾ. ഇപ്പോ എനിക്ക് തോന്നുന്ന പല പള്ളികളിലും ഈ സ്വന്തം കല്ലറകൾ അനുവദിക്കുന്നു. ഇപ്പോൾ ഒരു സോഷ്യലിസം അവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കത്തോലിക്ക പള്ളികളിലൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലാത്തിടം ഉണ്ടാവാം. ഒരു യൂണിഫോമിറ്റി സിമിത്തേരിയിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും വലിയ പ്രാധാന്യം അല്ലെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അന്തസ്സോട് കൂടി പോകും. അത് അളക്കുന്നത് കല്ലറയുടെ വലിപ്പമോ അല്ലെങ്കിൽ സിമിത്തേരിയിലെ പൂക്കളുടെ എണ്ണമോ നോക്കിയാൽ നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ, നന്മ പ്രവൃത്തികളുടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം എന്നുള്ള നിലയിലായിരിക്കണം അതിനെ വിലയിരുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അത് പരാമർശിച്ചപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. മറ്റ് അഭിപ്രായങ്ങൾ വരട്ടെ. ഓരോ പദ്ധതികൾ അല്ലേ, മരണത്തിന് ശേഷവും ആ ലൈഫിനെ ബാർഗെയിൻ ചെയ്ത് പിടിക്കാനുള്ള ഒരു പവർ ഭയങ്കരമാണെന്ന് പറയുന്നത്. ഒരു ഭയങ്കര ബിസിനസ് ടാക്ടിക്സ് ആണ്. കാരണം ആരും അങ്ങനെ പോയി തിരിച്ചു വന്നതായിട്ട് ഓക്കെ അഫ്കോഴ്സ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും, പക്ഷെ അതിനെക്കുറിച്ച് എത്രമാത്രം ആധികാരികതയോടുകൂടിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ട് പോകും എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മുടെ സ്വഭാവത്തിലാണ്, നമ്മുടെ പ്രവൃത്തിയിലാണ്, അല്ലാതെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു. സാബു സാർ പറഞ്ഞ പോലെ എല്ലാരും പറയാറുണ്ട്, യോ ഇപ്പോഴേ നല്ലോണം കഷ്ടപ്പെട്ടു, അടുത്ത ജന്മത്തിലെങ്കിൽ ഒരു സുഖം കിട്ടുമോ എന്നുള്ള. അതവരുടെ തന്നെ കുഴപ്പമാണ്, ചോദിക്കാൻ പറ്റാത്തോണ്ടല്ലേ. അതെ 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 അതെ. അല്ല വേറൊന്നുണ്ട്, ഈ ഒരു മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. പക്ഷെ നമുക്ക് അതേക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ പിന്നെ എന്നാ ജീവിതം. അതാണ്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ ഗഹനമായിട്ട് പഠിച്ച് ചിന്തിക്കാൻ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് സുഖമായിരിക്കുന്നത് നാളത്തേക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. സന്തോഷത്തോടെ ഇരിക്കുന്നത് ശരിക്കും മരണം ക്ഷണിക്കാതെ വരുന്ന വിരുന്നുകാരൻ എന്ന് പറയുന്നുണ്ടല്ലോ സാറേ. അതിൽ തന്നെ അങ്ങനെ വരുന്നോണ്ടുള്ള ഭാഗ്യം എന്താ അറിയില്ലെങ്കിൽ പിന്നെ മരണം അറിയുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തു വെച്ച് പോവും. അല്ല അതിൽ തന്നെ ഒരു എന്താ പറയാ ഒരു പസിലുണ്ട്, ഒരു സൗന്ദര്യമുണ്ട് അതിൻ്റെതായിട്ടുള്ള അല്ലേ. അറിയില്ല, സസ്പെൻസ് ആണ്. അതാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ. ആ സസ്പെൻസിൽ
നല്ലതുപോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതിലേക്ക് അതിനെ തിരിച്ചുവിടണം. ഇപ്പൊ നമ്മൾ ഇപ്പോ കുട്ടികളുടെ ഓരോരോ സംഭവങ്ങൾ കാണുന്നില്ലേ, ആ പൂക്കോട്, എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും? എങ്ങനെ സ്വന്തം ഉൾക്കൊള്ളാം, അത് ശരിയാകത്തില്ല സാർ, അത് നമുക്ക് ഉൾക്കൊള്ളണ്ട. അത് നമുക്ക് പേഴ്സണലായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിപ്പോ ഈ ഒരു വിഷയം നമ്മള് സ്നേഹലതമാം പറഞ്ഞ രണ്ടാമത്തെ കഥകളിലെല്ലാം പ്രകടമാണ്. ചന്ദനമരവും അതിന്റെ ചുവട്ടിൽ കിടക്കുന്നതും അല്ലെ, ആ പ്രശ്നങ്ങളെ മാറ്റുന്നതും. തീർച്ചയായിട്ടും നമുക്ക് സ്നേഹലതമാമിന്നും കൂടെ ഒന്ന് കേൾക്കാം. അതിനകത്ത് ഒത്തിരി മാം പറയും. അതില് ചന്ദനമരം ആരാ അടിച്ചു മാറ്റിയതെന്നും അറിയുള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റില്ല. കഥ കൃത്യമായിട്ട് നമുക്ക്, പക്ഷേ ഈ ജോസഫ് ജോൺ സാർ പറഞ്ഞതിന്റെ അവസാനത്തെ ആ ഭാഗങ്ങളെല്ലാം ആ കഥയിൽ ഒത്തിരി ഉണ്ട്. അതായത് കണക്ക് പിടിക്കാവുന്നത്. സ്നേഹിതമ അഡ്മിറ്റ് ചെയ്യും, പറയും, മാമിന്റെ വ്യൂ പോയിന്റ് പറയും, എന്നിട്ട് പറയും. അഡ്മിറ്റ് ചെയ്യും. കേൾക്കുന്നില്ല. അഡ്മിറ്റാവുന്നില്ല. കേക്കാമോ സാർ? കേക്കാമോ? ആ, ചന്ദനമരം നട്ടു വളർത്തുന്നത് സാറ് മരിക്കുമ്പോഴെങ്കിലും ആ ചന്ദനത്തിൽ എരിയുമ്പോഴെങ്കിലും ആളുകള് ഈ ചീത്തപ്പേര് മറക്കാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ മോഹനൻ സാറിന്റെ വിദ്യാർത്ഥിയാണ്. സാറിന്റെ അടി കൊണ്ട് പഠിപ്പ് നിർത്തിയ ആളാണ്. അവൻ ചന്ദനം കൊള്ളക്കാരനായി. അവൻ സാറിന്റെ ചന്ദനമരത്തിന് നോട്ടം ഇട്ടു എന്നാണ് സാറ് വിചാരിക്കുന്നത്. അതിന് പോയി കാവല് കിടക്കുന്നത്. അപ്പൊ സാറിന്റെ മകൻ അനിക്ക് ഇതിൽ വലിയ അസ്വസ്ഥതയുണ്ട്. സാറിനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണമെന്നുണ്ട്. അതിന് അനിയും ആ ചെമ്പകത്തിന്റെ മകൾ ചൈതന്യവും കൂടെ ചേർന്നാണ് ഈ ചന്ദനമരം വെട്ടുന്നത്. വെട്ടി ചൈതന്യം പറയുന്നത് അതിനെ അർഹതപ്പെട്ട സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെന്നാണ്. മോഹനൻ ഈ ചന്ദനം കൊള്ളയൊക്കെ നിർത്തിയാല് മോഹനന്റെ ഉശിര് പോകുമെന്നാണ് അവള് പറയുന്നത്. അവൾക്ക് ഉശിരുള്ള മോഹനെയാണ് വേണ്ടത്. മോഹനൻ ചെമ്പകത്തിന്റെ മകനല്ല, മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ സ്പീഡിൽ പറഞ്ഞതുകൊണ്ട് മനസ്സിലാകാതെ പോയതാ. അപ്പോ അതിനു വേണ്ടിയിട്ട് അനിയും ചൈതന്യവും അവരൊന്നിച്ച് പഠിച്ചവരാണ്, കളിച്ചു വളർന്നവരാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ പണി ചെയ്യുന്നത്. അവരത് വെട്ടി അർഹതപ്പെട്ട സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് ചൈതന്യം പറയുന്നത്. ആ അർഹതപ്പെട്ട സ്ഥലം ഏതാണെന്നോ, സാറ് വീണ ആ സെപ്റ്റിക് ടാങ്ക്, അതിനകത്ത് അവരത് തുണ്ടമാക്കി ഇട്ടു. അത് ദൃശ്യം പോലെയാണ്. ഇപ്പൊ ക്ലിയറായി, ഇപ്പൊ ക്ലൈമാക്സ് മനസ്സിലായി. സസ്പെൻസ് ത്രില്ലർ. അപ്പൊ സാർ ഈ റോയ് സാർ പറഞ്ഞ ആരായിരുന്നു ഉദ്ദേശിച്ചത് സാറ്? അതുപോലെ തന്നെ സ്നേഹത മാം, അതിന്റെ എന്തെങ്കിലും തീം അതിന്റെ അകത്ത് പറയാനുണ്ടോ? മാമിനെ സ്പർശിച്ച എന്തെങ്കിലും പ്രത്യേകത പറയണ്ടെങ്കിൽ അത് പറയാം. എല്ലാവർക്കും ഇമേജ് ആണ് പ്രശ്നം. സാറിന്റെ ഇമേജ്, മോഹന് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ ചരിത്രം അവർക്കും കൂടെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് മലയിലേക്ക് വഴി വെട്ടുകയാണ്. എന്നിട്ട് അവിടെ ബെറ്റർ ബീൻസ് കൃഷി ചെയ്ത് ജീവിക്കണം. പഞ്ചായത്ത് രേഖകളിൽ വരെ മാറ്റം വരുത്തി ആ മലയുടെ പേര് മാറ്റി ചൈതന്യമല എന്നാക്കണം. അപ്പോൾ അവിടെ ഇമേജിന്റെ പ്രശ്നമാണ് എല്ലായിടത്തും. സാറിന് ഈ സൽപ്പേര് വീണ്ടെടുക്കാനാണ് സാറ് ചന്ദനമരം നട്ടു വളർത്തി അതിലെരിഞ്ഞ് അടങ്ങാമെന്ന് വിചാരിക്കും. ശരിയാണ്, മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും സൽപ്പേര് വീണ്ടെടുത്ത് സാറ് മരിച്ചിട്ടെങ്കിലും സൽപ്പേര് വീണ്ടെടുക്കാന്ന് വിചാരിക്കും. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, മകൻ സ്ഥലത്തുണ്ടോ അല്ല ഹോസ്പിറ്റലിൽ പോയിരുന്നോ? അനിയും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അച്ഛൻ ഇങ്ങനെ ഈ ചന്ദനമരത്തിന്റെ പുറകെ ഇങ്ങനെ കാവല് കിടക്കുന്ന കണ്ടിട്ട് അനിയും, അതാണ് അവൻ കഞ്ഞിയും കൊടുത്തേച്ച് പോയപ്പോ തൊട്ടാ വൈറലാകാൻ തുടങ്ങിയത്. അവനെ കഞ്ഞിക്കകത്ത് വല്ല വിമ്മും കലക്കി കൊടുത്താണ്. അല്ല, ഞാന് കഥയിൽ എനിക്ക് തോന്നി കാക്കിപ്പാപ്പു ആയിരിക്കും തോന്നി. അല്ല, കാക്കിപ്പാപ്പുവിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. അതോടെ നാട്ടുകാര് സാറിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുന്നു നാട്ടുകാർക്ക്. അങ്ങനെയാണ് സാറ് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത് വീണ്ടും. ഓക്കെ, അപ്പോൾ രണ്ട് കഥകളും
കൃത്യമായി നമുക്ക് മനസ്സിലായി. കഥകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ അല്ലേ, വീട് പണിത കാര്യം വരെ ഓർത്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. വീട് പണിയുമ്പോൾ പണിത സമയത്തുണ്ടായ പ്രതിസന്ധികളും അതിനുശേഷം ആശ്വാസത്തോടെ കിടന്ന് ഉറങ്ങിയതും അല്ലേ, ആ റിലാക്സേഷനും എല്ലാം ആ മൂഡിൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സ്റ്റോറി തെറാപ്പി. സാറ് പറഞ്ഞ പോലെ ഞാനും 330 515 ഉണ്ടായതാണ്. ഞാനും 81 സർവീസിൽ കയറിയതാ. ശരിക്കും നമ്മള് കഷ്ടപ്പെട്ടല്ലേ? കഷ്ടപ്പെട്ടു സാറേ, കഷ്ടപ്പെട്ടു. അത് ശരിക്കുള്ള ജീവിതം ശരിക്കും നമ്മുടെ കഥ തന്നെ ഒരു ജീവിത കഥ തന്നെ എഴുതാനുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിലെ ഒരു 2000-ത്തിന് ശേഷമാണ് ഇതുപോലത്തെ ഒരു ചേഞ്ച് വന്നത്. അതിന് മുമ്പുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും 97-95 ഞാൻ 91 സർവീസിൽ കയറുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ അതിനുശേഷം 10 ഇരട്ടി 100 ഇരട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചേഞ്ച് ആവാം. അപ്പൊ ആ കാലത്ത് ഒരു ജീവിതം ഒരു അനുഭവിച്ച് കിട്ടുന്ന ജീവിതം തന്നെ. ഇന്നത്തെ കുട്ടികൾക്കോ ഇന്നത്തെ കാലത്തൊന്നും അതൊരു പ്രശ്നമേ അല്ല അല്ലെ. ഇന്ന് ശരിക്കും പൈസ എന്തിനു ഉപയോഗിക്കണമെന്ന് പോലും അറിയാത്ത ന്യൂ ജനറേഷനാണ് ശരി. അന്നേരം എനിക്ക് 23 വയസ്സായിരുന്നു. പക്ഷെ ഹസ്ബൻഡിനും അതെ, ഹസ്ബൻഡ് അന്നേരം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെറിയ സാലറിയെ കിട്ടിയിരുന്നുള്ളൂ. അപ്പൊ 2 മക്കളെയും പോട്ടിട്ട് സാറ് പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടാണ്. 2 മക്കളെയും വളർത്തി വീട് വെക്കുന്ന കാര്യമൊക്കെയാണ്. ആ വീട് വെക്കുന്ന സാഹചര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ വീട് വെക്കുമ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അന്ന് ബാങ്കിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കാലത്ത് അന്ന് പെൻഷൻ എന്റെ ഫാദർ എന്റെ സ്വന്തം വീട് വെച്ച എന്റെ കുട്ടിക്കാലത്ത് വീട് വെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എത്ര പേര് സഹായിച്ചിട്ടാണ് ആ സാഹചര്യങ്ങളൊക്കെ നടന്നത്. PF നിന്നുള്ള ലോണൊക്കെയാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോണുകൾ. അത് മിക്കവാറും 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ കണിശമായിട്ട് എടുത്തിരിക്കും. അത് നിർബന്ധമായിട്ട് എടുത്തിരിക്കും സാറേ. കാരണം കുടുംബത്തിൽ ഒരു കല്യാണം എല്ലാം വന്നാൽ 5000 റുപ്യ അന്നേരം എടുക്കുന്ന വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ പഴയ അനുഭവങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു വലിയ അവസരം കഥയിലൂടെ വന്നു. നടന്നു വന്ന വഴികൾ ഒന്ന് മനസ്സിലാക്കി ഇപ്പൊ ജീവിക്കാൻ അല്ലേ, അതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം. ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വേണം ചിന്തിക്കാൻ. ഓക്കെ, സ്നേഹിത മാം, താങ്ക് യു. ജോസഫ് ജോൺ സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ മറ്റൊരു ദിവസമാണ്. സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഫോബിയ, എക്സാം ഫോബിയ എങ്ങനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ മാറ്റാമെന്നാണ് ആന്റണി പുത്തപ്പനക്കൽ സാറിന്റെ മെഡിറ്റേഷനിലുള്ളത്. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ജോർജ് സാർ എന്താ സാറേ കയറാത്ത? 2 മാസം ജോർജ് സാറ് എനിക്കാണ്. ജോർജ് സാർ ആയിരുന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തേനെ. സാർ അല്ല. ഓക്കെ സാർ, താങ്ക് യു. 2 പേർക്കും നന്ദി. ഓക്കെ, ഗുഡ് നൈറ്റ്.